ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് ഇന്ന് തൊട്ടിട്ട് എൻഡ് ഓഫ് ജാൻ വരെ റീഡിംഗ് ആണ് ചെയ്യാൻ പോണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ സാജിറ്റേറിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് തൊട്ടിട്ട് എൻഡ് ഓഫ് ജാൻ വരെ ഉള്ള എന്താണ് മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ messages? Page of Cups, Two of Swords, Star, Five of Wands, Temperance, Emperor, and നിങ്ങളുടെ overall energy ആണ് Knight of Cups. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. സാജിറ്റേറിയസ് ഇത് ഒരു ലവ് മെസ്സേജിൻ്റെ എനർജിയാണ്, ഒരു റൊമാൻറ്റിക് പേഴ്സൻ്റെ എനർജിയാണ്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ടാവും, ഓറൽസ് ഈ പേഴ്സൺ മേ ബി നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. ഇതൊരു പൈസീസ് ക്യാൻസർ സ്കോർപ്പിയോ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറേ റൊമാൻറ്റിക് ഒരു സിറ്റുവേഷൻ, റൊമാൻറ്റിക് മെസ്സേജസ്, അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് ലവിൽ. ഇത് പുതിയ ബിഗിനിങ് അല്ലാച്ചാ ഇതൊരു ഓഫർ ആയിരിക്കാം, ഒരു ഇമോഷണൽ ഓഫർ. ഒരു ഫ്രണ്ട് നിങ്ങളോട് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും. അതും അല്ലാച്ചാ ഇതൊരു ഒരു എപ്പോളജി ആയിരിക്കാം, ആരോ എപ്പോളജൈസ് ചെയ്യണ എനർജി ആവാം. ടു ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ എനർജി അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ടു ഓഫ് സോഡ്സ് ഒരു കുറേ കൺഫ്യൂസ്ഡ് എനർജിയാണ്. നിങ്ങൾ ഷുവർ അല്ല ഈ പേഴ്സണിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണോ, ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, അതൊരു ഡൗട്ട് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. നിങ്ങളുടെ ഇമോഷണൽ സൈഡ് എന്തോ പറയുന്നുണ്ട്, പ്രാക്ടിക്കൽ സൈഡ് വേറെ എന്തോ ആണ് പറയണത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഞാനിവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു കരിയർ മെസ്സേജ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു ഓഫർ കിട്ടുന്നുണ്ട്. മേ ബി ഒരു ജോബ് ഓഫർ ആയിരിക്കാം, ഓറൽസ് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ആൻഡ് ഈ ഓഫർ ഓപ്പർച്യൂണിറ്റി കുറേ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് ഈ ഓപ്പർച്യൂണിറ്റിയിൽ. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെ. അത് ഒരു കുറേ ഇമോഷണലി ഫുൾഫില്ലിങ് എനർജിയാണ് ഇവിടെ. ടു ഓഫ് സോഡ്സ്, പക്ഷെ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഉണ്ട്. എന്നുവെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റി അത്ര ഒരു വലിയ ഓപ്പർച്യൂണിറ്റി അല്ല, മേ ബി പേ അത്ര ഗ്രേറ്റ് ആയിരിക്കില്ല, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആണ് ഈ ഓപ്പർച്യൂണിറ്റി എടുക്കണോ വേണ്ടതെന്ന്. സ്റ്റാർ ആണ് ഇവിടെ തേർഡ് കാർഡ്. ഇതൊരു അക്വേറിയസ് എനർജിയാണ്, പക്ഷേ ഇതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. അപ്പോൾ അഗൈൻ ഇത് റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാച്ചാൽ അത് ഹീൽ ചെയ്യും. അതല്ലാച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഓഫർ റിസീവ് ചെയ്യണം ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന്, അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് മുമ്പേ എപ്പോഴെങ്കിലും പ്രേ ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഉള്ള പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണം എന്ന്. അങ്ങനെ പ്രേ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു പേഴ്സൺ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവരുത്തണേ. ഇപ്പോൾ ഇതൊരു കരിയർ ഡിസിഷൻ ഓർ എൽസ് ഓഫർ ആണ് വെച്ചാൽ അഗൈൻ ഇതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. ഇത് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരണ മാതിരി ഒരു ജോബ് ഓഫർ, ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഫൈവ് ഓഫ് വാൻഡ്സ് ആണ് ഇവിടെ മറ്റേ കാർഡ് കാണുന്നത്. അഗൈൻ ഇത് കരിയറിലാണ് വെച്ചാൽ കുറേ കോമ്പറ്റീഷൻ ഉണ്ടാവും. നിങ്ങളുടെ കലീഗ്സും നിങ്ങളുടെ ഇടയ്ക്ക് കുറേ പ്രോജക്ട്സിന് വേണ്ടിയിട്ട് ഹെൽത്തി കോമ്പറ്റീഷനാണ് ഇത്. പക്ഷെ നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, കുറച്ചുകൂടി എഫേർട്ട് ഇടേണ്ട ആവശ്യം വരും. ഇത് റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് ഫൈറ്റ്സ് ഉണ്ടാവാൻ വഴിയുണ്ട്. നിങ്ങൾ രണ്ടാളും മേ ബി കോൺഫ്ലിക്റ്റഡ് ആയിരിക്കാം. എന്നുവെച്ചാൽ നിങ്ങളുടെ മേ ബി ഒപ്പീനിയൻസ് ഒരു മാതിരി അല്ല, അതല്ലച്ച ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം. ടെമ്പറൻസ് ഇവിടെ ഉണ്ട്. ഇത് സാജിറ്റേറിയസ് നിങ്ങളുടെ എനർജിയാണ്. ഫൈനലി നിങ്ങളൊരു ബാലൻസ് ആയിട്ടൊരു സിറ്റുവേഷനിലാണ് വരണേ, ഒരു ഡിസിഷനാണ് എടുക്കുന്നത്. ഇവിടെ ഒരു എംപറർ എനർജി കാണാണ്ട്. ഇതൊരു ഏരീസ് എനർജിയാണ്, പക്ഷെ ഇതൊരു കുറേ മെച്യൂർ പേഴ്സൻ്റെ എനർജിയാണ്. മേ ബി നിങ്ങൾ ആരുടെയോ ഹെൽപ്പ് എടുക്കുന്നുണ്ടാവും ഈ സിറ്റുവേഷനിൽ. ഡിസിഷൻ എങ്ങനെ എടുക്കണ്ടേ, ഏത് ഡിസിഷനാണ് ബെസ്റ്റ് ഡിസിഷൻ, അങ്ങനെ ഒരു കൺസൾട്ട് ചെയ്യുന്നുണ്ടാവും ആരുടെയോ. മേ ബി ഒരു ഫ്രണ്ട് ആയിരിക്കാം ഈ പേഴ്സൺ, ഓർ എൽസ് ഫാമിലി മെമ്പർ ആയിരിക്കാം. ഇത് കരിയറുടെ കാര്യമാണെന്ന് വെച്ചാൽ
നിങ്ങളുടെ ബോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നിങ്ങളുടെ സൈഡിലാണ് നിങ്ങളുടെ ബോസ് പറഞ്ഞാൽ കുറച്ചുകൂടി ഫേവറബിൾ സൈഡിലാണ് അവരെ നിങ്ങളെ നോക്കണത്. നിങ്ങളുടെ ജോലി കണ്ടിട്ട് അവർ കുറേ ഹാപ്പിയാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ നൈറ്റ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ? ലവേഴ്സ്, ജെമിനി എനർജി. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഒരു സോൾമേറ്റ് കണക്ഷനാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഇതൊരു കരിയർ ഓഫർ ആണ് വെച്ചാൽ ഇതൊരു പെർഫെക്റ്റ് മാച്ച് ആണ് നിങ്ങളുടെ കരിയറിൽ. ഒരു പെർഫെക്റ്റ് ഓർഗനൈസേഷൻ പറഞ്ഞാൽ നിങ്ങളും ആ ഓർഗനൈസേഷനിലും കുറേ കാര്യങ്ങൾ മാച്ച് ഉണ്ട്, കുറേ ഒരു ഡെസ്റ്റിനി മാതിരിയാണ് ഇത്. അപ്പോൾ ഈ പേജ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ? ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ ബിഗിനിങ്, കിങ് ഓഫ് വോൺസ്, ഒരു ഫയർ സൈൻ്റെ സൈഡിൽ നിന്നായിരിക്കും, ഓറൽസ് നിങ്ങളായിരിക്കും ഈ കിങ് ഓഫ് വോൺസ്. പക്ഷേ ആരോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓഫർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ഓഫർ കണ്ട പേജ് ഓഫ് കപ്സ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി അത്ര വലിയ ഓഫർ അല്ല, കരിയറിലാണ് വെച്ചാൽ. ഈവൻ റൊമാൻറ്റിക് വൈസ് കണ്ട ഈ പേഴ്സൺ നിങ്ങളെക്കാട്ടിലും കുറേ ഏജിൽ കുറവായിരിക്കും. ആൻഡ് ആ കുറച്ചൊരു ഇമ്മച്യോറിറ്റി ഉണ്ട് ആ പേഴ്സണിൽ. ആൻഡ് അതുകൊണ്ടായിരിക്കും നിങ്ങളിങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടിയും ഒരു സീരിയസ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന് റെഡിയാണ്. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോഴും ആ എനർജിയിൽ എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ടു ഓഫ് സോർഡ്സ് നിങ്ങളുടെ എനർജിയിൽ എന്തുകൊണ്ടാണ് 9 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലാച്ച റിജക്റ്റ് ചെയ്യാം. ആൻഡ് ആ ഡിസിഷനാണ് നിങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണത്. സ്റ്റാർ എന്താണ് ഇവിടെ? പേജ് ഓഫ് സോർഡ്സ്. അപ്പോൾ അഗൈൻ സ്റ്റാർ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. ഞാൻ ഇവിടെ ഒരു സ്മോൾ സ്റ്റാർട്ട്, ഒരു സ്മോൾ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. ലവ് റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ മേ ബി നിങ്ങൾ ഈ പേഴ്സണ് ഒരു ചാൻസ് കൊടുക്കാൻ റെഡി ആയിരിക്കും. ഇത് ഒരു കരിയർ ഡിസിഷനാണ് വെച്ചാൽ മേ ബി അഗൈൻ നിങ്ങൾ റിസർച്ചാണ് ചെയ്യണത് ഈ ജോബിനെ കുറിച്ച്. ഈ ജോബിൽ അക്സെപ്റ്റ് ആവാൻ ഓറൽസ് ഈ ജോബിൽ കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് അതൊക്കെ നിങ്ങൾ അനലൈസ് ആണ് ചെയ്യുന്നുണ്ടാവുക. ഈ 5 ഓഫ് വോൺസ് എന്താണ്? ഓർ മേ ബി ഈ ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ ആവശ്യമുണ്ടാവും. ചില ജോബ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ഒരു ജോലിയുമായിരിക്കാം. അപ്പോൾ 5 ഓഫ് വോൺസ്, 8 ഓഫ് കപ്സ്. ഈ 8 ഓഫ് കപ്സും 5 ഓഫ് വോൺസ് എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് സോർഡ്സ്? അപ്പോൾ അഗൈൻ ഞാൻ ഇവിടെ കാണുന്നത് എന്താ വെച്ചാൽ കുറച്ചൊരു ഈ ഞാൻ പറഞ്ഞ മാതിരി ലവ് സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് വെച്ചാൽ നിങ്ങൾ മേ ബി ഈ റിലേഷൻഷിപ്പിൽ ലാസ്റ്റ് ചെയ്യില്ല. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യില്ല. നിങ്ങൾ വാക്ക് അവേ ആണ് ചെയ്യണത്. എന്നുവെച്ചാൽ ഇവിടെ ചില ആൾക്കാർ ഈ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യാനാണ് നോക്കണത്. ഇത് ഒരു ജോബ് സിറ്റുവേഷൻ ആണ് വെച്ചാലും ചില കലീഗ്സ് നിങ്ങളെ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷനാണ് ഞാനിവിടെ കാണുന്നത്. 5 ഓഫ് സോർഡ്സ് ആകുമ്പോഴേക്കും അത് അൺഹെൽത്തി കോമ്പറ്റീഷനാണ്. 5 ഓഫ് വോൺസ് ആകുമ്പോൾ ഒരു പോസിറ്റീവ് കോമ്പറ്റീഷൻ, ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. പക്ഷേ ഇവിടെ 5 ഓഫ് സോർഡ്സ് ആയതുകൊണ്ട് ഈ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കുറച്ച് കൂടി പോകുമ്പോൾ അത് നിങ്ങൾക്ക് അത് നിങ്ങൾ ഇഷ്ടപ്പെടില്ല. ആൻഡ് മേ ബി നിങ്ങൾ അതിന് ആ ഓഫർ റിജക്റ്റ് ആണ് ചെയ്യുന്നുണ്ടാവുക. ഓറൽസ് ഈ ലവ് ഓഫറിനെ റിജക്റ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ടെമ്പറൻസ് ഹീലിംഗിൻ്റെ എനർജിയാണ് ആൻഡ് ബാലൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരു ബാലൻസ് ആണ് കൊണ്ടുവരണം നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരും. ഇതൊരു ലവ് സിറ്റുവേഷൻ ആണ് വെച്ചാൽ നിങ്ങൾ ഈ വിട്ട പേഴ്സണെ തിരിച്ച് അവർ വരും നിങ്ങളുടെ ലൈഫിൽ. ഓറൽസ് റീകൺസിലിയേഷൻ അവർക്ക് വേണ്ടി വരും. റീകൺസിലിയേഷൻ അവർ വരും നിങ്ങളുടെ ലൈഫിൽ. ഇത് കരിയർ ആണ് വെച്ചാൽ ഈ ഓഫർ നിങ്ങൾ റിജക്റ്റ് ചെയ്ത ഓഫർ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഈ എംപ്രർ ആരാണ്? എംപ്രർ ടവർ. അപ്പോൾ ഈ എംപ്രർ മേ ബി നിങ്ങളുടെ ബോസ് ആയിരിക്കാം. നിങ്ങൾ റിജക്റ്റ് ചെയ്ത് ആ പേഴ്സൺ ബോസ് അവർ തിരിച്ച് നിങ്ങളോട് റീകൺസിഡർ ചെയ്യാൻ ആയിരിക്കും പറയുന്നുണ്ടാവുക. ഓറൽസ് ഇത് നിങ്ങളുടെ ഒരു ലവ് പാർട്ട്ണറാണ് വെച്ചാൽ അവർ നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് ആണ് ഓഫർ ചെയ്യണത്. ആൻഡ് അത് കുറച്ചുകൂടിയും സ്റ്റേബിൾ, കുറച്ചുകൂടിയും സീരിയസ് ബിഗിനിങ് ആണ്. ആൻഡ് കുറച്ചുകൂടിയും ഗ്രൗണ്ടഡ് എനർജിയാണ്. അപ്പോൾ അത് മുമ്പോട്ട് പോയാൽ അത് കുറച്ചുകൂടിയും ഒരു സീരിയസ് റിലേഷൻഷിപ്പിൽ കൺവേർട്ട് ആവാൻ വഴിയുണ്ട്. അപ്പോൾ ഔട്ട്കം എന്തായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജാനുവരിയിൽ ഔട്ട്കം? 4 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് എനർജിയിലാണ് ഇപ്പോൾ റെസ്റ്റ് ഓഫ് ജാനുവരി മാസം.
സെവൻ ഓഫ് സ്വാർഡ്സ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എന്തോ കാര്യങ്ങൾ, ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, ചില കാര്യങ്ങൾ, ചില ആൾക്കാർ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലെ ജോബിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ കുറേ കെയർഫുള്ളായിട്ട് ഇരിക്കണത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവരുടെയും മുകളിൽ ട്രസ്റ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ റെസ്റ്റ് ഓഫ് ജാൻവരി നിങ്ങൾ കുറച്ചൊരു കെയർഫുൾ എനർജിയിലാണ്. അങ്ങനെ അല്ലാച്ചാൽ മേ ബി നിങ്ങൾക്ക് കുറച്ച് സൂക്ഷിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. എന്ന് വെച്ചാൽ ചില ആൾക്കാർ അതിനെ മിസ്യൂസ് ചെയ്യും, അത് നിങ്ങളുടെ അഗൻസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അത് മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പോൾ സൂക്ഷിച്ച് നോക്കുക. ആൻഡ് ഇൻഫർമേഷൻ എത്രയും ലിമിറ്റഡ് ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും വെച്ചാൽ അത്ര ലിമിറ്റഡ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. എസ്പെഷ്യലി അറിയാത്ത ആൾക്കാർ. അറിയണ ആൾക്കാരാണ് വെച്ചാൽ ഓക്കെ, അത് അത് നിങ്ങൾക്ക് അറിയാം, അവർ നിങ്ങളുടെ ഫ്രണ്ട്സാണ്, വെൽ വിഷേഴ്സ് ആണെന്ന്. പക്ഷെ അറിയാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ അത്രയും ലിമിറ്റഡ് ഇൻഫർമേഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. സാജിറ്റേറിയസ്, ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ച് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് ഷീഡിങ് ബുക്ക് ചെയ്യണം വെച്ച് ചെയ്യാം. പ്രൈവറ്റ് ഷീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റ് ത്രൂ വാട്സാപ്പ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ഐ ക്ലെയിം എന്ന് ടൈപ്പ് ചെയ്യുക കമൻസിൽ. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുതന്നെ. ടിൽ ദെൻ ടേക്ക് കെയർ.